നിലവിൽ നാഥനില്ല കളരിയായി മാറിയിരിക്കുകയാണ് താരസംഘടന. ഇപ്പോഴത്തെ നിലയിൽ മോഹൻലാൽ ഇനി എന്തായിരുന്നാലും തലപ്പത്തേക്ക് വരില്ല എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. മമ്മൂട്ടിക്ക് ഒട്ടും തന്നെ അതിനോട് താല്പര്യവുമില്ല. അമ്മയുടെ തലപ്പത്തേക്ക് വനിത വരണമെന്ന ആവശ്യമാണ് നേരത്തെ പരാമർശിച്ചതുപോലെ തന്നെ ഉയരുന്നത്. ഏതെങ്കിലും ഒരു വനിത ആയതുകൊണ്ട് കാര്യമില്ല, തങ്ങളുടെ നിലപാടുകളോട് അനുസരിച്ച് നിൽക്കുന്ന, എല്ലാവരെയും കേൾക്കാൻ സാധിക്കുന്ന ഒരാൾ കൂടി ആയിരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. കാലാകാലങ്ങളായിട്ടുള്ള ആവശ്യമാണ് അമ്മയിൽ ഒരു പൊളിച്ചെഴുത്ത്. ഇടവേള ബാബു അടക്കം ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലാണ് മാറുന്നത്. 25 വർഷക്കാലം ഒരുപോലെ തന്നെ ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെയുള്ളവരെ കണ്ട് മടുത്തു എന്നും അവരോട് പരാതി പറയാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയും, വേട്ടക്കാർ തന്നെ പരാതി കേൾക്കാൻ കൂടി ഇരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ എന്താകും സ്ഥിതി എന്നാണ് പലരും ചോദിക്കുന്നത്. അപ്പോൾ ആരാകും എന്ന ചോദ്യത്തിന് ആദ്യത്തെ ഉത്തരം പൃഥ്വിരാജിലേക്ക് തന്നെയാണ് എത്തുന്നത്. അതിനുള്ള കാരണവും വളരെ ലളിതമാണ്. നേരത്തെ പൃഥ്വിരാജ് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളും ഓരോ കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ വസ്തുതാപരമായിട്ടുള്ള വിശദീകരണവും തന്നെയാണ്. അമ്മാ സംഘടന ആദ്യമായി വിലക്കുന്ന നടന്മാരുടെ പട്ടികയിൽ ഒന്നാമതായി പറയാൻ കഴിയുന്നത് തിലകനെയും പൃഥ്വിരാജിനെയും ഒക്കെ തന്നെയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മോഹൻലാൽ അടക്കം പൃഥ്വിരാജിനെ സംഘടനയിൽ മത്സരിക്കാനായി നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പലതരത്തിലുള്ള ഒഴിവുകഴിവുകൾ പറഞ്ഞായിരുന്നു പൃഥ്വിരാജ് മുങ്ങിയത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആ വെല്ലുവിളി ഏറ്റെടുത്ത് പൃഥ്വിരാജ് മുന്നോട്ട് വരണമെന്നാണ് ശക്തമായി ഏവരും ആവശ്യപ്പെടുന്നത്. ജനങ്ങൾ പോലും അത് തുറന്നു പറയുന്നത്. ഇതുകൂടാതെ പൃഥ്വിരാജിനെ കൂടാതെ മറ്റുള്ളവരുടെ പേരുകൾ പറയുന്നുണ്ട്. അതിൽ ജഗദീഷിന്റെ പേര് പറയാനുണ്ടായ കാരണമെന്ന് പറയുന്നത് ജഗദീഷ് സ്വീകരിച്ച നിലപാട് തന്നെയായിരുന്നു. സിദ്ദിഖുമായിട്ടുള്ള ചേർച്ചക്കുറവ് തന്നെയായിരുന്നു. സിദ്ദിഖ് പറഞ്ഞതിനോട് ഒട്ടും തന്നെ നീതി പുലർത്തുന്നില്ല എന്ന് തന്നെയാണ് ജഗദീഷിന്റെ സംസാരത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ കുഞ്ചാക്കോ ബോബനും ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. എല്ലാവർക്കും താല്പര്യമുള്ള സൗമ്യ സ്വഭാവം എന്ന രീതിയിലൊക്കെ തന്നെ കുഞ്ചാക്കോ ബോബന്റെ സാധ്യത കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ്. ഇവരൊന്നും വന്നില്ല എങ്കിൽ ജഗദീഷ് ശക്തമായി തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉണ്ടായേക്കും എന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഭരണസമിതിയൊക്കെ തന്നെ പിരിച്ചുവിട്ട സാഹചര്യത്തിൽ പുതിയൊരു ഭരണസമിതി ആകുമ്പോൾ പഴയ ആളുകൾ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു മാസത്തിലധികം എന്തായിരുന്നാലും ഇതിന്റെ നടപടിക്രമങ്ങൾ നീണ്ടുപോകുമെന്നും പ്രതീക്ഷിക്കുന്നു. വിജ്ഞാപനം പുറത്തിറങ്ങുന്നത് മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം വരെയുള്ള ഘട്ടങ്ങൾ തന്നെ ഒരു മാസത്തോളം സമയമെടുക്കും. അതിനുശേഷം സൗകര്യപ്രദമായ അംഗങ്ങൾക്കൊക്കെ തന്നെ എത്താൻ കഴിയുന്ന ഒരു തീയതി നോക്കിയായിരിക്കും അമ്മയുടെ പൊതുയോഗം വിളിക്കുന്നത്. പിന്നെ മത്സരം നടക്കുന്നെങ്കിൽ അത് രഹസ്യ ബാലറ്റിലൂടെ തിരഞ്ഞെടുപ്പായി നടത്തും. ഇനി ആര് അമ്മയെ നയിക്കുമെന്നുള്ള ചോദ്യമാണ് ഈ സാഹചര്യത്തിൽ പ്രസക്തമായിട്ടുള്ളത്. മോഹൻലാൽ ഒഴിഞ്ഞ് മമ്മൂട്ടി മാറി നിൽക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ സംഘടനയ്ക്ക് സമ്മതനായിട്ടുള്ള, ഏവർക്കും താല്പര്യമുള്ള, ജനങ്ങൾ പോലും അംഗീകരിക്കുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കണമെന്നുള്ളതാണ് അമ്മയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അനിവാര്യമായ ഒരു ഘടകം. മോഹൻലാലിനെ പോലെ തന്നെ ആ രീതിയിലേക്ക് നിൽക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം. അതല്ല എങ്കിൽ നിലനിൽപ്പ് പോലും പ്രതിസന്ധിയിലാകും. മോഹൻലാലും മമ്മൂട്ടിയും ഉള്ളതുകൊണ്ടാണ് ഇത്രയും കാലം ഈ സംഘടന മുന്നോട്ട് പോയതെന്ന് പല താരങ്ങളും ഇതിനിടയിൽ അഭിപ്രായ പ്രകടനം നടത്തിയതൊക്കെ തന്നെ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അവരല്ലെങ്കിൽ ഈ സംഘടന പോലും നാമാവശേഷമാകുമെന്ന് 30 വർഷത്തെ കഷ്ടപ്പാട്, അധ്വാനം ഇതൊക്കെ തന്നെ ഇല്ലാതായി പോകുമെന്നാണ് ഏവരും വിമർശിക്കുന്നത്. നടൻ സിദ്ദിഖിന്റെ കാര്യം ഇനി ഒരു കാരണവശാലും ഭരണസമിതിയിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം യുവനടിയുടെ പരാതിയിൽ ബലാത്സംഗത്തിന് പോലീസ് കേസെടുത്തു കഴിഞ്ഞു. ആരോപണ വിധേയനാണ്, അന്വേഷണം നടക്കുകയാണ്. ഇനി കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയൊക്കെ തന്നെ പോവുകയാണ്. അതുകൊണ്ട് ഒരിക്കലും തലപ്പത്തേക്ക് വരാനായി ഒരു സാധ്യതയുമില്ല. യുവനടിയിൽ മൊഴിയൊക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേക സംഘം കോടതി വഴി രഹസ്യ മൊഴിയെടുക്കും. ലോക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന ഓരോ കേസും പ്രത്യേക സംഘത്തിന് കൈമാറുമ്പോൾ പ്രത്യേക ഉത്തരവുകളാണ് DGP ഇറക്കുന്നത്. 2016 മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് സിദ്ദിഖ് ബലാത്സംഗം ചെയ്തു എന്നതാണ് പരാതി. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത്. നിള തിയേറ്ററിൽ സിദ്ദിഖിന്റെ ഒരു സിനിമയുടെ പ്രിവ്യൂവിന് വന്നപ്പോഴായിരുന്നു സിദ്ദിഖിനെ കണ്ടത്. അതിനുശേഷം സിനിമയുടെ ചർച്ചയെന്ന് പറഞ്ഞ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി തന്നെ ബലാത്സംഗം ചെയ്തുവെന്ന് മൊഴി. കഴിഞ്ഞ ദിവസം DGP കൈമാറിയ പരാതി പ്രത്യേക സംഘം വഴിയാണ് കേസെടുക്കാൻ വേണ്ടി മ്യൂസിയം പോലീസിലേക്ക് കൈമാറിയിരിക്കുന്നത്. ഇന്ന് രാവിലെ കേസെടുത്തു. അതിനുശേഷം മ്യൂസിയം SI ആശാചന്ദ്രൻ നടിയുടെ മൊഴിയും രേഖപ്പെടുത്തി.